ലോക്കോസ് കിസ് 2025 പ്രഭാഷകൻ 45-ാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു മന്ന ക്വിസ് ഗൈഡ് ചാനൽ. അൻപത് ചോദ്യങ്ങളാണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കാണണേ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കുന്നതിന് മുൻപായി കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന മാർക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഭാഗം കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് ചോദ്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. നമ്മുടെ വീഡിയോ തയ്യാറാക്കുന്ന സമയത്തുള്ള കമൻറ്റിൽ നിന്നുള്ള മാർക്കുകൾ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കമൻറ്റ് ബോക്സിൽ വന്ന മാർക്കുകളിലേക്ക് 49 മാർക്ക് ലഭിച്ചത് മിനി ജോബ്. 48 മാർക്ക് ലഭിച്ചിരിക്കുന്നത് കുഞ്ഞമ്മ ജോസഫ്. 47 മാർക്ക് ലഭിച്ചത് മേഴ്സി ജോസഫ്. 46 മാർക്ക് അൽഫോൻസ ജോസ്. 44 മാർക്ക് ലഭിച്ചവർ ആനി ഫ്രാൻസിസ് ആൻഡ് ജെസി. 41 മാർക്ക് ലഭിച്ചത് അൽഫോൻസ പി ഇ. 40 മാർക്ക് ലഭിച്ചത് തങ്കമ്മ ഗബ്രിയേൽ. 32 മാർക്ക് ലഭിച്ചത് ലീലാമ്മ തോമസ്. 30 മാർക്ക് ലഭിച്ചത് മോളി ജോസ്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നമുക്കിനി ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം. ചോദ്യം 1. കർത്താവ് ഇത് കണ്ടു കോപിച്ച് അവിടുത്തെ ക്രോധത്തിൽ അവർക്ക് എന്താണ് സംഭവിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, നശിച്ചുപോയി. ചോദ്യം 2. അഹരോന്റെ ഓഹരിയും അവകാശവും എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവ്. ചോദ്യം 3. അഹരോന്റെ സ്വർണം കൊണ്ടുള്ള കിരീടത്തിൽ എന്ത് എന്നാണ് കൊത്തിയിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ, വിശുദ്ധി. ചോദ്യം 4. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും, അതായത് അഹരോനും അവന്റെ പിൻഗാമികളും എന്തു ചെയ്തിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, ഭക്ഷിക്കുന്നു. ചോദ്യം 5. സ്വർണ്ണ, നീല, ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ എന്താണ് അവിടുന്ന് അവനെ അണിയിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, വിശുദ്ധ വസ്ത്രം. ചോദ്യം 6. എന്ത് നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി? ഉത്തരം ഓപ്ഷൻ ബി, അധികാര ചിഹ്നങ്ങൾ. ചോദ്യം 7. എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം അഹരോന്റെ എന്ത് ബലിയാണ് പരിപൂർണമായി ദഹിക്കപ്പെട്ടിരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ഹോമബലി. ചോദ്യം 8. ആരുടെ ഇടയിൽ നിന്നാണ് മോശയെ അവിടുന്ന് തിരഞ്ഞെടുത്തത്? ഉത്തരം ഓപ്ഷൻ എ, എല്ലാ ജനങ്ങളുടെയും. ചോദ്യം 9. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി, അത് ആര്?
ഉത്തരം ഓപ്ഷൻ സി മോശ. ചോദ്യം 10. മോശയെ അവിടുന്ന് എവിടേക്കാണ് നയിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക്. ചോദ്യം 11. അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടിയുള്ള എന്താണ് മോശയെ ഏൽപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി കൽപ്പനകൾ. ചോദ്യം 12. യൂദാ ഗോത്രജനായ ജസയുടെ പുത്രൻ ആര്? ഉത്തരം ഓപ്ഷൻ സി ദാവീദ്. ചോദ്യം 13. ഫിനെഹാസിന് മഹത്വത്തിന്റെ എത്രാം സ്ഥാനമായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി 3. ചോദ്യം 14. ശത്രുക്കൾക്ക് ഭയകാരണമാകാത്തക്കവിധം മോശയെ അവിടുന്ന് എന്തു ചെയ്തു? ഉത്തരം ഓപ്ഷൻ എ ശക്തനാക്കി. ചോദ്യം 15. ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോരഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി ആർക്കെതിരെയാണ് ഗൂഢാലോചന നടത്തിയത്? ഉത്തരം ഓപ്ഷൻ ബി അഹറോനെതിരെ. ചോദ്യം 16. ഫിനെഹാസും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനു വേണ്ടി അവനുമായി എന്താണ് ഉറപ്പിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ സി സമാധാന ഉടമ്പടി. ചോദ്യം 17. പൂരിപ്പിക്കുക. അവിടുന്ന് മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് ഡാഷ് നൽകുകയും ചെയ്തു. ഉത്തരം ഓപ്ഷൻ എ പ്രത്യേക അവകാശം. ചോദ്യം 18. അഹറോനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ എന്താണ് അവന് നൽകുകയും ചെയ്തത്? ഉത്തരം ഓപ്ഷൻ ഡി പ്രമാണങ്ങൾ. ചോദ്യം 19. തന്റെ എന്ത് യാക്കോബിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരമാണ് അഹറോന് കൊടുത്തത്? ഉത്തരം ഓപ്ഷൻ ഡി പ്രമാണങ്ങൾ. ചോദ്യം 20. ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ലാത്തതും അന്യരാരും അവ അണിഞ്ഞിട്ടില്ലാത്തതുമായ മനോഹരമായ വസ്തുക്കൾ, അതായത് വിശുദ്ധ വസ്ത്രം, കിരീടം എന്നിവ ആരുടെ കാലത്തിന് മുമ്പായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി അഹറോന്റെ. ചോദ്യം 21. അഹറോൻ ഏതു ഗോത്രജനായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ലേവി. ചോദ്യം 22. ജനത്തിന്റെ എന്തിനു വേണ്ടിയാണ് അവിടുന്ന് അഹറോനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത്? ഉത്തരം ഓപ്ഷൻ ഡി പാപങ്ങളുടെ പരിഹാരത്തിന്. ചോദ്യം 23. ദേവാലയത്തിൽ അഹറോന്റെ ആഗമനം അറിയിക്കുന്നതിനായി നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം എന്താണ് അങ്കിയിൽ തുന്നിച്ചേർത്തിരുന്നു? ഉത്തരം
ഓപ്ഷൻ ബി സ്വർണമണികൾ. ചോദ്യം 24. കരവിരുതോടെ പിടിച്ചെടുത്ത കടും ചെമപ്പുനൂൽ ഏതു ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണഫലകത്തിൽ അണിയിച്ചു? ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽ. ചോദ്യം 25. തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആര് ആരോട് പറഞ്ഞു? ഉത്തരം ഓപ്ഷൻ സി പ്രഭാഷകൻ ഫിനെഹാസിനോട്. ചോദ്യം 26. ആരെയാണ് കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കുന്നതിനും വേണ്ടി നിത്യമായി ഉടമ്പടി ഉണ്ടാക്കിയത്? ഉത്തരം ഓപ്ഷൻ എ അഹറോനും അവന്റെ പിൻഗാമികളും. ചോദ്യം 27. അവിടുന്ന് മോശയെ ആർക്ക് സമനാക്കി? ഉത്തരം ഓപ്ഷൻ സി ദേവദൂതന്മാർക്ക്. ചോദ്യം 28. അഹറോനും അവന്റെ പിൻഗാമികളും എക്കാലവും എന്താണ് ധരിച്ചിരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി മനോഹരമായ വസ്തുക്കൾ. ചോദ്യം 29. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് എന്താണ് പ്രവർത്തിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി അത്ഭുതം. ചോദ്യം 30. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവ് എന്നും ബലി അർപ്പിക്കുന്നതിനും സാരാംശം ആയി എന്ത് അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു? ഉത്തരം ഓപ്ഷൻ സി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും. ചോദ്യം 31. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ എന്ന് പ്രഭാഷകൻ ആരോടാണ് പറഞ്ഞത്? ഉത്തരം ഓപ്ഷൻ ബി ഫിനെഹാസിനോട്. ചോദ്യം 32. പൂരിപ്പിക്കുക. ഡാഷ് സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ ശുദ്ധീകരിച്ചു. ഉത്തരം ഓപ്ഷൻ സി വിശ്വസ്തതയും. ചോദ്യം 33. അഹറോൻ ധരിച്ചിരുന്ന അങ്കിയിൽ ഏതു പഴം കൊണ്ടാണ് അലങ്കരിച്ചിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ മാതള നാരങ്ങ. ചോദ്യം 34. ആരാണ് അഹറോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി മോശ. ചോദ്യം 35. ഫിനെഹാസ് ആരുടെ പുത്രനായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി എലയാസറിന്റെ. ചോദ്യം 36. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ ആരാണ് ഭക്ഷിച്ചിരുന്നത്? ഉത്തരം
ഓപ്ഷൻ എ അഹറോനും അവൻ്റെ പിൻഗാമികളും. ചോദ്യം 37. അതിവിശിഷ്ടമായ എന്താണ് അവിടുന്ന് അനുവദിച്ചു കൊടുത്തിരുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആദ്യ ഫലങ്ങൾ. ചോദ്യം 38. ആരുടെ പിന്തുടർച്ച അവകാശമാണ് പിന്നെ ഫിനെഹാസിനും സന്തതികൾക്കും ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ അഹറോന്റെ. ചോദ്യം 39 പൂരിപ്പിക്കുക. ഉറിയും തുമിയും എന്നിവയും ഡാഷ്. ഉത്തരം ഓപ്ഷൻ ബി അണിയിച്ചു. ചോദ്യം 40. എന്നാൽ ദേശത്ത് അഹറോന് എന്തുണ്ടായിരുന്നില്ല? ഉത്തരം ഓപ്ഷൻ ബി അവകാശവും ഓഹരിയും. ചോദ്യം 41. തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാതൃമാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് ആർക്കാണ് തന്നെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുമുള്ള അധികാരവും കൊടുത്തിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി അഹറോന്. ചോദ്യം 42. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും ആരായിരിക്കാനാണ് ഒരു സമാധാന ഉടമ്പടി ഫിനെഹാസുമായി ഉറപ്പിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ എ നേതാവായിരിക്കാൻ. ചോദ്യം 43. മോശയുടെ സഹോദരൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി അഹറോൻ. ചോദ്യം 44. മോശ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് എന്താണ് പിൻവലിച്ചത്? ഉത്തരം ഓപ്ഷൻ എ അടയാളങ്ങൾ. ചോദ്യം 45. എല്ലാ ദിവസവും എത്ര പ്രാവശ്യം വീതം അവൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിക്കപ്പെടും? ഓപ്ഷൻ ബി 2. ചോദ്യം 46. സ്വർണ്ണപ്പണിക്കാരൻ എന്തിൽ എന്ന പോലെ നികിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം എന്നിവ അണിയിച്ചു? ഉത്തരം ഓപ്ഷൻ ഡി മുദ്രമോതിരത്തിൽ. ചോദ്യം 47. എങ്ങനെയുള്ള മേലങ്കിയാണ് അഹറോനെ അണിയിച്ചത്? ഉത്തരം ഓപ്ഷൻ എ മഹിമയേറിയ. ചോദ്യം 48. അഹറോന്റെ കിരീടം എന്തിൻ്റെ കിരീടമായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി സ്വർണം. ചോദ്യം 49. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് ആരാണ് പാത്രമായത്? ഉത്തരം ഓപ്ഷൻ എ മോശ. ചോദ്യം 50. പ്രഭാഷകൻ 45-ാം അധ്യായം 5-ാം വാക്യപ്രകാരം വാക്യത്തിൽ ഇല്ലാത്തത് ഏത് വാക്കാണ്?
ഉത്തരം ഓപ്ഷൻ ഡി. അവൻ ജനത്തിന് സുസമ്മതനായി. അപ്പോൾ എത്ര മാർക്കാണ് എല്ലാവർക്കും ലഭിച്ചത്? ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ലൈക്കും ഷെയറും ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുമെന്നും കരുതുന്നു. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.